എല്ലാവർക്കും സുഖമാണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഒരു പോസ്റ്റ് കണ്ടായിരുന്നു, പ്രോഫോം സ്കാംസ് ആണ്, ആൾക്കാർ 30 അക്കൗണ്ട് വാങ്ങിച്ച് 15 അക്കൗണ്ട് പാസ്സാകുള്ളൂ, അതിൽ 1-2 പേരുണ്ട്. അപ്പം ഞാൻ പൊട്ടനാ? അത് ചില പേര് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് അറിയുന്ന ചില പേര് ചെയ്യുന്നതായിരിക്കും. പക്ഷേ റിയൽ ട്രേഡേഴ്സ് അങ്ങനെയല്ല ട്രേഡ് ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾ അങ്ങനെയല്ല ട്രേഡ് ചെയ്യണം. 30 ലക്ഷം ഇട്ടിട്ട് 15 ലക്ഷം റിസ്ക് അങ്ങനെയല്ല ട്രേഡ് ചെയ്യണം. ട്രേഡിംഗ് ഇസ് ഓൾ അബൌട്ട് പ്ലാൻ. എ റിയൽ ട്രേഡർ plans well. And also coming back to the profums, it's the best thing to happen to a trader. Okay, brokers are good, there is nothing wrong with brokers. I do trade brokers, I do love Indian market, but you have to respect any market. നമ്മളൊരു മാർക്കറ്റിനെ ഒരു തെറ്റ് പറയുന്ന മുമ്പ് ആ മാർക്കറ്റിനെ ടെസ്റ്റ് ചെയ്തിരിക്കണം. ഒരു റിയൽ ഇൻഫ്ലുവൻസർ ഓർ എ റിയൽ ലീഡർ ഓർ എ റിയൽ ട്രേഡർ അത് ആദ്യം ടെസ്റ്റ് ചെയ്തിട്ട് അതിനെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കും. വെറുതെ ആരും സംസാരിക്കില്ല. ഒരു പ്രോഫോം ട്രേഡറെ റീച്ച് ഔട്ട് ചെയ്യുള്ളൂ. ഒരു സ്കാം പ്രോഫോം ആണെങ്കിൽ അവർ ആരെയും റീച്ച് ഔട്ട് ചെയ്യും പ്രൊമോട്ട് ചെയ്യാനായിട്ട്. ഫോളോവേഴ്സ് ഇരുന്നാൽ മാത്രം മതി. ഇപ്പോൾ പ്രോഫോമിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാം, പ്രോഫോമിൻ്റെ പൊട്ടൻഷ്യലും നമ്മൾ സംസാരിക്കാം. ഞാൻ അധികം ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യില്ല. ഞാൻ ഒരു അവയർനെസ് വീഡിയോ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, ജസ്റ്റ് ഫോർ മലയാളം കമ്മ്യൂണിറ്റി. ഇതൊരു മലയാളം വീഡിയോ ആണ്, അതർ ലാംഗ്വേജസ് സ്കിപ്പ് ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇംഗ്ലീഷിലും തമിഴിലും കാണണമെങ്കിൽ അതും ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ, ഇപ്പോൾ വീഡിയോ ഒക്കെ പോകാം. ഇന്ന് നമ്മൾ നോക്കുന്നത് ആൽഫ ഫ്യൂച്ചേഴ്സ്. ഞാൻ ലാസ്റ്റ് 1 month ആയിട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയതാണ്. 1 month പോലും ആയിട്ടില്ല. ഞാൻ കാണിക്കാം ഡാഷ്ബോർഡിൽ എപ്പോഴാണ് ഫസ്റ്റ് അക്കൗണ്ട് വാങ്ങിച്ച്, എത്രയാണ് വാങ്ങിച്ച്. ഫ്യൂച്ചേഴ്സിൽ ഞാനും ചെറുതായിട്ട് പുതിയതാണ്, പക്ഷേ എനിക്ക് ഓവറോൾ എങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന് അറിയാം. ഗോൾഡ് ഇസ് മൈ ട്രേഡിംഗ് അസറ്റ്. സോ ഇത് ഫുൾ എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. ഞാൻ ഈ ലെവലിലേക്ക് എത്താൻ വല്ലാത്ത ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് അമൗണ്ട് ഓഫ് വർക്ക് ഐ ഹാവ് ഡൺ ദ ലാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് ഇസ് എ ലോട്ട്. ഓക്കെ, ഈ ലെവലിലേക്ക് എത്താൻ സൈക്കോളജിക്കലിയും ഫിനാൻഷ്യലിയും കുറച്ച് സ്റ്റേബിൾ ആയാൽ മാത്രമേ ആർക്കും എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആൽഫ ഫ്യൂച്ചർ നോക്കാം, അതിൻ്റെ ഡാഷ്ബോർഡ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും. പിന്നെ നമ്മളൊരു ലൈവ് വിഡ്രോൾ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ അതിൻ്റെ ROI കാൽക്കുലേറ്റ് ചെയ്യുക ലൈവായിട്ട്. സോ ഇത് റിയൽ ലൈഫ് ആൽഫ ഫ്യൂച്ചേഴ്സിൻ്റെ ഡാഷ്ബോർഡാണ്. വേണമെങ്കിൽ എൻ്റെ സെറ്റിങ്സ് കാണിക്കുക. ആൾക്കാർ പറഞ്ഞ് നടക്കേണ്ട ഇത് ഫേക്കാണ്, ഡാഷ്ബോർഡ് നിങ്ങളെ ഉണ്ടാക്കിയതാണ്. വേണമെങ്കിൽ നമ്മൾ ആൽഫ ഫ്യൂച്ചേഴ്സ് ലോഗിൻ തൊട്ട് പോവാം. ഓക്കെ, ഇത് ആൽഫ ഫ്യൂച്ചേഴ്സിൻ്റെ പ്രൊഫഷണൽ ഡാഷ്ബോർഡാണ്. .com ആണ്, ഞാൻ ഉണ്ടാക്കിയതല്ല. പിന്നെ ലേറ്റർ ഇത് സ്കാമാണെന്ന് പറഞ്ഞ് നടക്കണ്ട. സോ അഗെയിൻ ലോഗിൻ ചെയ്യുക. ഓക്കെ, ഞാൻ ലോഗിൻ ആയതാണ്, അതുകൊണ്ട് ഡയറക്റ്റ് ലോഗിൻ ആയി. ഓക്കെ, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് പ്രോജക്റ്റ് എക്സിൻ്റെ അക്കൗണ്ടാണ്. ഇത് ക്ലിക്ക് ചെയ്യുക. എൻ്റെ അടുത്ത് ആകെ 5 ലൈവായിരുന്നു. ഇത് പോണ മുമ്പ് ഞാൻ എത്ര പർച്ചേസ് ചെയ്തു, എത്ര സ്പെൻഡ് ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ബില്ലിങ്ങിൽ പോവുക, ബില്ലിംഗ് ഡീറ്റെയിൽസ് പോവുക, മാർക്കറ്റ് ഡേറ്റ സബ്സ്ക്രിപ്ഷൻ അല്ല, പേയ്മെൻറ്റ് ഹിസ്റ്ററി പോവുക. ഞാൻ ആദ്യമായിട്ട് അക്കൗണ്ട് വാങ്ങിച്ചത് 15/12/2025. ഓക്കെ, ടുഡേ ഈസ് Jan 9. 1 month പോലും ആയിട്ടില്ല. നോട്ട് ഈവൻ എ ഫ്രിക്കിംഗ് 1 month ഹാസ് ഡൺ. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ അക്കൗണ്ട് വാങ്ങിച്ചു. ഞാൻ ആദ്യമായിട്ട് ആൽഫ ഫ്യൂച്ചേഴ്സ് അക്കൗണ്ട് ട്രേഡ് ചെയ്യണം. ഞാൻ തെറ്റുകൾ ചെയ്യും. ഓക്കെ, സോ ഇനീഷ്യലി ഒരു 5 അക്കൗണ്ട് ഞാൻ തെറ്റ് ചെയ്ത് നോക്കിയാൽ ഇതില്ല, കുഴപ്പമില്ല. നമ്മൾ തെറ്റ് ചെയ്യുന്നില്ല. എത്ര അക്കൗണ്ട് വാങ്ങിക്കാൻ നോക്കാം. 1 2 ഇത് ആക്ടിവേഷൻ ഫീസാണ്. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യില്ല. 3 4 5 6 7 8 9 10 11 അക്കൗണ്ട്സ്. ഓക്കെ, 11 അക്കൗണ്ട്സ് ഐ ഹവ് സ്പെൻഡ്. പക്ഷേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെൻ്റെ ടെസ്റ്റിംഗ് ആണ്. ഞാൻ 152 വാങ്ങിച്ചിട്ടുണ്ടാവും ടെസ്റ്റ് ചെയ്യാനായിട്ട്, പിന്നെ 100 വാങ്ങിച്ചിട്ടുണ്ടാവും ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഇതിലൊരു 4 അക്കൗണ്ട് ഏത് ട്രേഡറിനും they want to understand a platform properly. Okay, so ഇത് close to $1,600 I have spent so far, correct? Okay, ഇതുവരെയും ഞാൻ എത്ര പേ ഔട്ട് എടുത്തെന്ന് നോക്കാം ഇതിൽ. ഓക്കെ, സോ ഇതിൽ ഞാൻ $5,548 ഞാൻ പേ എടുത്തിട്ടുണ്ട്. 70% പ്രോഫിറ്റ് സ്പ്ലിറ്റ്. ഈ അക്കൗണ്ട് സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ആയിരുന്നു. ആഫ്റ്റർ സ്പ്ലിറ്റ് ഐ ഗോട്ട് അറൗണ്ട് 3,880. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്. $3,880. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോളൂ. ഇത് ഞാൻ പേ ഔട്ട് എടുത്ത് കഴിഞ്ഞു, എൻ്റെ ബാങ്കിലേക്ക് വന്നു കഴിഞ്ഞു. ഓക്കെ, 3,880 ഇൻറ്റു $90. ഓക്കെ, 90 rupees, സോറി 90 rupees. നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്തത് എത്രയായിരുന്നു. നൗ ഇന്ന് നമ്മൾ ലൈവായിട്ട് പേ ഔട്ട് റിക്വസ്റ്റ് ചെയ്യാൻ പോകണം. എൻ്റെ അടുത്ത് 1 2 3 4 5 5 അക്കൗണ്ട് ഇതുവരെയും ലൈവ് എത്തി. 2 എണ്ണം ഞാൻ ഡിസ്ക്വാളിഫൈ. ദാറ്റ് മീൻസ് ഐ ഹവ് ഫെയിൽഡ്. ഒരു അക്കൗണ്ട് ഞാൻ പേ ഔട്ട് ഇല്ലാണ്ട് ഫെയിലായി. ഇന്നൊന്നിലാണ് 3,880. ഇത് ഞാൻ ഓൾമോസ്റ്റ് വേണം വെച്ചിട്ടാണ് ഫെയിൽ ആയി. ബിക്കോസ് ഇതൊരു സ്റ്റാൻഡേർഡ് അക്കൗണ്ട് ആയിരുന്നു. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഞാൻ പിന്നെ ചെയ്യാം. അത് കാരണം മാക്സ് അലക്കേറ്റഡ് 300K ചെയ്യാൻ പറ്റില്ല. അത് കാരണം എനിക്ക് 0 പ്ലാനിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമായിരുന്നു. സോ ഇത് ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ എന്തായാലും പേ ഔട്ട് എടുത്തു. ഞാൻ $200-300 ഇൻവെസ്റ്റ് ചെയ്തു, 3,880 എടുത്തു. വെരി ഗുഡ് ROI, ഡൺ. ഇപ്പോൾ പക്ഷേ എൻ്റെ പ്ലാൻ ട്രജക്ടറി ചേഞ്ച് ആയി. 3 0 അക്കൗണ്ട്
മൂന്നും 5,743, 5,743, 5,743 അപ്പാണ്. സോ ഓവറോൾ ഐ എം ക്ലോസ് ടു $17,500 അപ്പ് ഇൻ ടോട്ടൽ. നൗ ഇതിൽ നിന്ന് പേ ഔട്ട് ഡേ ആണ്. ഇതിൽ എന്തിനു ചെയ്യാൻ പറ്റും, എനിക്ക് 50% വിഡ്രോ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റൂൾസ് ആൻഡ് FAQ പഠിക്കണം. ഒരു പ്രോഫോം ട്രേഡർ റൂൾസിന് നേരെ പഠിക്കണം. ഓക്കെ, വെറുതെ പ്രോഫോം ട്രേഡറാണെന്ന് നടക്കാൻ പറ്റില്ല, വെറുതെ ട്രേഡറാണെന്ന് നടക്കാൻ പറ്റില്ല. ഓക്കെ, നൗ റൂൾസ് നോക്കിയിട്ട് അക്കോർഡിംഗ് ടു ദ റൂൾസ് നമ്മൾക്ക് 50% വിഡ്രോ ചെയ്യാൻ പറ്റും. സോ എങ്ങനെ വിഡ്രോ ചെയ്യുക, പോയിട്ട് പേ ഔട്ട്, ഓക്കെ, അക്കൗണ്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, ലോഡാണ് 602,999,6204 ക്ലിക്ക് ചെയ്യുക. നമ്മൾ റൈസിലെടുക്കുക. ഓക്കെ, നമ്മുടെ അക്കൗണ്ട് എത്രയായിരുന്നു, 5,743. ഓക്കെ, കാൽക്കുലേറ്റർ പോവുക. 5,743 ഡിവൈഡഡ് ബൈ 2, 2,871. ഓക്കെ, പേ ഔട്ടിൽ പോവുക. ഓക്കെ, റൈസ് 2,871. ഓക്കെ, ഓക്കെ, സബ്മിറ്റഡ്. ഓക്കെ, അടുത്തതും 2,871 ഡൺ. അല്ലേ, 2,871 ഡൺ. സോ മൂന്നിൻ്റെ പേ ഔട്ട് ഡൺ ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ ROI കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എത്രയാണ് വിഡ്രോ ചെയ്തത്, 2,871. ഇത് പെട്ടെന്ന് എത്തില്ല, 24 hours ബാങ്കിലെത്തുള്ളൂ. റൈസ് എന്ന് പറഞ്ഞ സ്ഥലത്തെടുത്തു, എന്നിട്ട് ബാങ്കിൽ എടുക്കാൻ പറ്റും. ഞാൻ ചിലപ്പോൾ റൈസിൽ തന്നെ വയ്ക്കും. ഓക്കെ, ഇതിൻ്റെ ROI കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ 1,600 ഇൻവെസ്റ്റ് ചെയ്തു, എന്നിട്ട് 3,880 പ്ലസ് 7,600 കിട്ടും. ഇതിൻ്റെ ROI ക്ലോസ് ടു 650% ആണ് ഇൻ ലെസ് ദാൻ ഫ്രീക്കിംഗ് 1 month. പക്ഷേ ഇതിനെക്കാട്ടിൽ ROI ആണ്, ബിക്കോസ് ഞാൻ അത് വിഡ്രോ ചെയ്തത് അത് വന്നു, ബാക്കിയുള്ള ബാലൻസും എൻ്റെ ബാലൻസാണ്. ഞാൻ ക്രിയേറ്റ് ചെയ്ത പ്രോഫിറ്റ്സിൻ്റെ ബാലൻസാണ് ബാക്കിയുള്ളത്. അതെനിക്ക് വിഡ്രോ ഇനി 5 ദിവസം 200 ചേഞ്ച് ചെയ്ത് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇനി ഒരു റിയൽ ട്രേഡർ എങ്ങനെ ട്രേഡ് എടുക്കും നിങ്ങൾ കാണണോ, അവരുടെ ഡാഷ്ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഞാൻ കാണിച്ചു തരാം. സോ ഇത് അവരുടെ ഡാഷ്ബോർഡാണ്. ഞാൻ എത്ര പ്ലാനിങ്ങും പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കി, ഈ റൂൾസ് ഒക്കെ ഫോളോ ചെയ്താൽ മാത്രമേ പേ ഔട്ട് കിട്ടുള്ളൂ. ഒന്നും തെറ്റിച്ച് അവളും കിട്ടില്ല. ഇതിന് നിറയെ പേര് റൂൾസ് എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ കേരളത്ത് ട്രേഡിംഗ് ഫ്ലോറും ട്രേഡിംഗ് പഠിപ്പിച്ചു തരുന്ന ആൾക്കാർ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അനാലിസിസ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, PNL നോക്കാൻ ഫ്രൈഡേ ഞാൻ സ്റ്റാർട്ട് ചെയ്തു 2,000. ബിക്കോസ് ഞാൻ എന്തുകൊണ്ട് 2,000, എനിക്ക് ജാസ്തി എടുക്കാൻ പറ്റും, പക്ഷേ 2,000 പറഞ്ഞാൽ അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയും 40%, അതിൻ്റെ മുകളിൽ എടുക്കാൻ പറ്റില്ല. ഓക്കെ, 4,100Kൻ്റെ 40% പറഞ്ഞാൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 2,000, അതിന് മുകളിൽ ഇനി എടുക്കാൻ പാടില്ല. സോ കൺസിസ്റ്റൻസി കാരണമാണ് നേരെ പ്ലാൻ ചെയ്തത്. 2,000, 1,000. ഓക്കെ, എന്നിട്ട് ഈ 200 മിനിമം ട്രേഡിംഗ് ഡേയ്സ് 5 days ആയിരിക്കണം. അത് കംപ്ലീറ്റ് ആയിട്ടാണ്. ഓൾമോസ്റ്റ് അല്ല 100% വിൻ റേറ്റ് ആണ് ഈ അക്കൗണ്ടിൽ. ഓക്കെ, ബാക്ക് ടു ദിസ്. ഈ വീഡിയോ ഉണ്ടാക്കുന്നത് അഗൈൻ ഹേറ്റ് ട്രേഡിനോ ഒന്നുമല്ല, ജസ്റ്റ് ടു എഡ്യൂക്കേറ്റ്. ദർ ആർ റിയലി ഗുഡ് ട്രേഡേഴ്സ് ഔട്ട് ദർ, ദർ ആർ റിയലി ബാഡ് സ്കാമേഴ്സ് ഓൾസോ ഔട്ട് ദർ. നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്ത് ആര് നിങ്ങൾ ഫോളോ ചെയ്യണം നിങ്ങൾ തീരുമാനിച്ചാൽ മതി. എന്നെ ഫോളോ ചെയ്യാനല്ല പറയണേ. ഒരു പോസ്റ്റ് കണ്ടു, അതിൽ ഡീപ്ലി ഹേർട്ടഡ് ആണ്. ഒരു അത്രയും നല്ല ഇൻഫ്ലുവൻസർ ഹു ഹാസ് ടു ബി എ ലീഡർ ഇങ്ങനെ ഒരു പോസ്റ്റ് റാൻഡമായിട്ട് പോസ്റ്റ് അവരെ അപ്രോച്ച് ചെയ്തു, ഞാൻ ചെയ്യുന്നില്ല, പക്ഷെ അത് സ്കാമാണ്. It is pure bullshit or pure very unethical, or you are not doing good for people who are trusting you. ആ സങ്കടത്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. നോ, നിങ്ങൾക്ക് ഫ്യൂച്ചേഴ്സ് എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ there are very good content creators you can follow. Right now Ace Trading Labs is not providing any mentorship. We might put some starting series for futures. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഈ വീഡിയോ കാണിക്കണമെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.